നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് ഉടമ്പടി ധ്യാനത്തിലൂടെ. ദൈവത്തിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ദൈവാനുഭവങ്ങളുണ്ടാകും. വലിയ ആശ്വാസവും സന്തോഷവും ആശ്ചര്യവും, ചില സമയത്ത് ഒരു പകപ്പും ഉണ്ടാകും. ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആശ്ചര്യവും അനുഭവവും ഒക്കെ ഉണ്ടാകും. പക്ഷെ ചില സമയത്ത് ഒരു പകപ്പുണ്ടാകും. ഈ പകപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? വിശ്വാസിക്ക് ഇടയ്ക്കുണ്ടാകുന്നൊരു വിഷയമാണ് ദൈവപ്പകപ്പ്. എന്നുവെച്ചാൽ ദൈവം നമുക്ക് കൽപ്പിച്ചു കൂട്ടി തരുന്ന ഒരു സംഭ്രമം. ഞാനത് പറയാൻ കാര്യം, ഇപ്പോഴേ ഉച്ചയ്ക്ക് ശേഷം ഞാനൊരു സാക്ഷ്യം കേട്ടു. സാക്ഷ്യം ഇതാണ്: ഒരു നിഷ വിൻസെൻ്റ് വയനാട്ടിൽ നിന്ന്. അപ്പോൾ അവർക്ക് 6 വയസ്സ് മുതലേ കയ്യിൽ അലർജിയാണ്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഇവർ ഉടമ്പടി ചെയ്തെങ്കിലും ഉടമ്പടി ഈ വിഷയം വെച്ചിട്ടില്ലെന്ന് തോന്നണം. കാര്യം അവരവരുടെ ജീവിതത്തിൻ്റെ കൂടപ്പിറപ്പായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ സങ്കടങ്ങളുണ്ട്. ചില മനുഷ്യർ ഇതെൻ്റെ കൂടപ്പിറപ്പാണ്, ചിലർ പറയില്ല ഇതെന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, ചിലർ ഇതെൻ്റെ വിധിയാണ്. അത് കാരണം ഇത് പ്രാർത്ഥനയ്ക്ക് പോലും വെക്കാത്ത വിഷയങ്ങൾ. അതായത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വെക്കുന്ന വിഷയങ്ങൾ എന്താണ്? ആ വിഷയങ്ങളിൽ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? കല്യാണം, വീട്, വിവാഹം, ജോലി, പരീക്ഷാ വിജയം, അങ്ങനെ ഇപ്പം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ ചന്ദ്രൻ്റെ നിലാവിൻ്റെ സ്വക്ഷീകരണം പോലെയാണ്. പൂർണ്ണചന്ദ്രൻ ചില സമയത്തേ കാണത്തുള്ളൂ, അല്ലേ? പൗർണമിയിൽ മാത്രമേ പൂർണ്ണചന്ദ്രനെ കാണത്തുള്ളൂ. ഇടയ്ക്കുള്ള വൃദ്ധിക്ഷയങ്ങളുടെ ദിവസങ്ങളൊക്കെ കുറച്ച് കറുത്തതും കുറച്ച് വെളുത്തും ഇരിക്കും. അപ്പോൾ നാരങ്ങാ മിഠായി പോലെ തേങ്ങാപ്പുള പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കും, അല്ലേ? പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും, കുറേ ഭാഗങ്ങൾ അത്രയും വെളുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ കുറേ ഭാഗങ്ങളിങ്ങനെ കറുത്തിരിക്കണ കാണാം. ദൈവവിശ്വാസത്തിന് ഏതാണ്ട് ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു കുറേ കാര്യങ്ങളെ. ദൈവത്തെ വിശ്വസിക്കുന്നത് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആണോ? അത് ഒന്ന് ചിന്തിക്കണം. ഇപ്പം ചിലർ ഉടമ്പടിയിൽ വെക്കുമ്പോൾ, നമുക്കിത് മരിയൻ ഉടമ്പടി ധ്യാനമാണല്ലോ, ചിലർ ഉടമ്പടി വെക്കുമ്പോൾ ചില കാര്യങ്ങൾ വെക്കാൻ മറന്നു പോവുകയോ വെക്കാതിരിക്കുകയോ ചെയ്യും. എന്താണ് കാരണം? അതിങ്ങനെ ജന്മന കൂടപ്പിറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് നമ്മുടെ അവബോധ മനസ്സ് പറയുന്നു ദൈവം പോലും അത് മാറ്റത്തില്ലെന്ന്. ഞാൻ ഈ നിഷ വിൻസെൻ്റെ സാക്ഷ്യം കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ അവർക്ക് 6 വയസ്സ് മുതൽ ഒരു അലർജിയുണ്ട്. നമ്മുടെ കുട്ടി ഉടുപ്പിട്ട് നടക്കുന്ന കാലമില്ലേ, അപ്പോൾ ആ കാലം മുതൽ ഒരു അലർജി കയ്യിലിങ്ങനെ ചൊള്ളച്ച് ഇങ്ങനെ വരും. ചൊള്ളച്ചെന്നൊക്കെ പറഞ്ഞാൽ ആലപ്പുഴ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ കുരുക്കൾ പോലെ കുമ്പി വരും. അലർജിയാണത്. അത് ഇവർ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ അനുഭവിക്കുകയാണ്. ചില ആൾക്കാരുടെ 20 കൊല്ലം ആ വലിവ്. കൃപാസന സാക്ഷ്യങ്ങളെ കേൾക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻകാല പ്രാബല്യത്തോടെ കർത്താവ് കുറേ ഫയലെടുക്കണ കാണാം. ദൈവത്തിൻ്റെ നമുക്ക് ഒരു കാര്യം ദൈവവേദന ശ്രദ്ധിക്കണം. ഒരു കാര്യം 2 തരത്തിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഒന്ന് എൻ്റെ തലവിധിയാണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്തത് കർത്താവിൻ്റെ ദാസി
അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് വരുന്നൊരു പ്രശ്നം, നമ്മൾ ഈ കൃപയുടെ വ്യവഹാരത്തിലും വ്യാപാരത്തിലുമൊക്കെ ഒത്തിരിയേറെ ഇഡിയറ്റായിട്ടുള്ള ഒത്തിരിയേറെ നിലപാട് കൊണ്ട് ഒത്തിരി നഷ്ടം വരുന്നുണ്ട്. ചില ആൾക്കാർ, ഇപ്പോൾ ചേച്ചിയുടെ കാര്യം തന്നെ എടുത്തേ, അവർക്ക് 6 വയസ്സ് മുതൽ ഇതുണ്ട്, അലർജി ഉണ്ട്. ഇപ്പോൾ അവർക്ക് എത്രയോ വയസ്സ്. കാര്യം അവർക്ക് മരുമകളുണ്ടെന്ന്, കുഞ്ഞുണ്ടെന്നും മൂത്ത മകളുണ്ടെന്നും അവൾക്ക് കല്യാണം കഴിഞ്ഞെന്നൊക്കെ സാക്ഷ്യത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം എങ്ങനെയായാലും ഒരു 45 വയസ്സെങ്കിലും കാണും. 50-45 വയസ്സ്. അപ്പോൾ 10-45 വർഷമായിട്ട് ഈ അലർജി കൂടെയുണ്ട്. 10-45 വർഷമായി ഈ അലർജിയോട് ഇവർ കോംപ്രമൈസ് ആയിരിക്കുന്നത്. എന്താണ്? അത് ദൈവഹിതമാണെന്നല്ല വിഷയം, അതിൻ്റെ വിധിയാണെന്ന്. ദിസ് ഈസ് ദ ഡിഫറൻസ്. പല വിഷയങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളത് മാർക്കറ്റിൽ കൊടുക്കുകയായിരുന്നെങ്കിൽ നമുക്ക് കോടികളുടെ കൃപ കിട്ടും. ആത്മീയമായ ഒരു വ്യവഹാരത്തിന് അത് സമർപ്പിക്കാൻ ഒത്തിരുന്നെങ്കിൽ നമുക്കത് കോടിക്കൃപയായി മാറിയേനാം. പക്ഷെ നമ്മളത് വൃഥാ ഉപയോഗശൂന്യമാക്കി കളഞ്ഞു. ഇത് വലിയൊരു ട്രാജഡിയാണ്. എക്കാലങ്ങളിലും എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു ട്രാജഡിയാണിത്. എന്താണ്? ഇപ്പോൾ കുടിയനായ ഹസ്ബൻഡ് ഒരിക്കലും പ്രാർത്ഥിച്ച എൻ്റെ അച്ചോ ഇനി ഈ മനുഷ്യനെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ ഇനി പള്ളിയില്ല എന്തുകൊണ്ട് ഇനി അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ എന്തു ചെയ്യും? ഇത് നമ്മുടെ വിധിയാണ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ പല വിധികളാണെന്ന് പറഞ്ഞിരിക്കുന്ന അക്സെപ്റ്റ്. അപ്പം നീ ഒരു കാര്യം ഈ വിധിയാണെന്ന് പറയുമ്പോൾ തന്നെ നീ യേശുക്രിസ്തുവിനെ പുറത്താക്കി വാതിലടച്ച് കളഞ്ഞു. ഒരു കാര്യം നീ വിധിയാണെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രക്ഷയെ നിഷേധിച്ചുകൊണ്ട് വാതിലടച്ച് കളഞ്ഞു. കാര്യം യേശുവിനെ അറിയാത്ത ആൾക്കാരും വിഷയങ്ങൾ വിധിയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാറാത്ത വിഷയങ്ങൾ വിധിയാണെന്ന്. അപ്പോൾ യേശുവിനെ അറിഞ്ഞു എന്ന് പറയുന്ന നീയും ചില മാറാത്ത വിഷയങ്ങൾ വിധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണത്? യേശുവിനെ പുറത്താക്കി, ജീവിതത്തിൽ നിന്ന് പുറത്താക്കി വാതിലടക്കുകയാണ്. കാര്യം ഇത് നിനക്ക് ശരിക്കും ഏതായാലും നീ വിധിയാണെന്ന് പറഞ്ഞ് ഇത്രയും സഹിച്ചല്ലോ. ഇത് പക്ഷേ ഇത് എൻ്റെ കർത്താവിൻ്റെ തിരുമനസ്സാണിത്. ഈശോയ്ക്കിഷ്ടമുള്ള സൗഖ്യമാകട്ടെ. ഈശോയ്ക്കിഷ്ടമുള്ള അത്രയും കാലം, ഈശോ ഏറ്റെടുക്കുന്ന അത്രയും കാലം ഞാനത് യേശുവിന് വേണ്ടി സഹിക്കും. അല്ലെങ്കിൽ യേശുവിൻ്റെ തിരുമനസ്സ് നിറവേറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിശ്വാസത്തിൽ വളരും. ഇപ്പം റോമാലേഖനം എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവിൻ. റോമ 4:20 വചനങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ ഒരു വിഷയത്തിന് രണ്ട് മഹത്വങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന്, നാട്ടുകാരൻ നമ്മളെ മഹത്വപ്പെടുത്തും, ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരൻ നിങ്ങളെ മഹത്വപ്പെടുത്തും, നിങ്ങൾ അപ്രോച്ച് ചെയ്യും, നിങ്ങളെ അംഗീകരിക്കും, നിങ്ങളുടെ മാർക്ക്, അതുപോലെ നിങ്ങളുടെ ഓരോരോ വിജയങ്ങളിലൊക്കെ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മഹത്വം കിട്ടും. ഈ നമുക്ക് കിട്ടുന്ന മഹത്വം തീർച്ചയായിട്ടും നമ്മളെ വളർത്തും. എങ്ങനെ വളർത്തും? നമ്മളെ മാനുഷികമായിട്ട് വളർത്തും. മാനുഷികമായിട്ട് വളർന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ. എത്ര വളർന്നാലും സിമിത്തേരി വരെ മാത്രമേ മനുഷ്യൻ വളരത്തുള്ളൂ. പിന്നെയും വളരാം. കല്ലറ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെയും വളരാം. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതികളിലൊക്കെ അവസാന കാലങ്ങളിലൊക്കെ കുറേ അഭ്യാസങ്ങൾ കാണിക്കും. അങ്ങനെയും വളരാം. പക്ഷേ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചാരം പോലെ തന്നെ വീണ്ടും മണ്ണിലടിയണം നമ്മൾ കണ്ടുകൊണ്ടില്ല. അപ്പം ഇങ്ങനെ ഓരോ മനുഷ്യൻ്റെ വിഷയങ്ങൾ നമ്മളുടെ ഔന്നത്യത്തിൽ നമ്മളെ മഹത്വപ്പെട്ട് നമുക്ക് മഹത്വം സ്വീകരിച്ച്, ഇപ്പോൾ ഓരോ ആൾക്കാരുണ്ട്, കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ പരസ്പരം മഹത്വം സ്വീകരിക്കുന്നവരാണ്. മനുഷ്യന്മാരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ പരസ്പരം മഹത്വം സ്വീകരിച്ച് പരസ്പരം വളർന്നുകൊണ്ടിരിക്കും. എത്ര വളരാൻ പറ്റും?
എത്ര വളരാൻ പറ്റും? പക്ഷെ നമ്മൾ റോമ 4:20 അനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? വിശ്വാസത്തിൽ വളരും. വിശ്വാസത്തിൽ വളരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ചയുടെ ഒരു 1-ാം ഘട്ടമാണത്. പിന്നെ വളർച്ചയുടെ 2-ാം ഘട്ടം പ്രത്യാശയുണ്ട്. വളർച്ചയുടെ 3-ാം ഘട്ടം ദൈവസ്നേഹമുണ്ട്. കാര്യം ഒന്നുമില്ല. നീ എന്തിനാണിത് സഹിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ദൈവസ്നേഹത്തെ പ്രതിയാണ് സഹിക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നു. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം അതിനകത്ത് വേറെ ഗുണവും ദോഷവും ഒന്നും അമ്മ തെരേസ്യ പറഞ്ഞ പോലെ വരും. അമ്മ തെരേസ്യ പറഞ്ഞ, സ്വർഗം മോഹിച്ചാണ് ഈശോ ഞാൻ നിൻ്റെ പിന്നാലെ നടക്കണത് എന്ന് നീ ഒരിക്കലും കരുതരുത്. എനിക്ക് സ്വർഗമല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് നിന്നെ തന്നെയാണ്. എൻ്റെ ആധ്യാത്മികത എന്നെ വല്ലാത്ത സ്വാധീനിച്ചിട്ടുള്ള ഈ വിശുദ്ധന്മാരുടെ ജീവചരിത്രത്തിലൊക്കെ പകുതി മുക്കാലുമൊക്കെ എഴുത്തുകാരുടെ നുണകളുണ്ട്. അത് കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഞാൻ സാധാരണ വായിക്കാറില്ല. പക്ഷേ ചില ക്ലാസിക്കൽ സയൻസിൻ്റെ സത്യസന്ധമായ ചില വരികളുണ്ട്. അത് നമുക്ക് നിഷേധിച്ചുകൊണ്ട്, കാര്യം അവർ നമുക്ക് മുമ്പ് ഈശോനെ അനുഭവിച്ച ആൾക്കാരാണ്. കാരണം അവരുടെ ജീവിതത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ പുസ്തകം എഴുതുമ്പോൾ ഈ പുസ്തകം എഴുത്തുകാർ അവർക്ക് ഓരോ വിശുദ്ധന്മാരുടെ ജീവചരിത്രത്തിൽ കേട്ടുള്ള കാര്യങ്ങൾ പുതിയ വിശുദ്ധന്മാരുടെ ജീവചരിത്രം എഴുതുമ്പോൾ കോപ്പി അടിച്ച് ചേർക്കണം. കണ്ടിട്ടില്ലേ? അതെല്ലാം കോപ്പി അടിക്കുക. ഇങ്ങനെ സഭയിൽ കുറേ തരികട പരിപാടികൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതല്ല. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും പോലും എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ മനസ്സ് ദൈവത്തിന് വേണ്ടി മാത്രം, സ്വർഗത്തിന് വേണ്ടി പോലും അല്ല. കാര്യം അപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയൊരു സ്വാർത്ഥത വരും അല്ലേ? സ്വർഗത്തിന് വേണ്ടി പോലും അല്ല. കാര്യം അതെല്ലാം ദൈവത്തിൻ്റെ വിഷയം, ദൈവത്തിൻ്റെ കൈകളിലുള്ള വിഷയമാണ്. അതാണ് അമ്മ തെരേസ്യ വളരെ എത്രയോ വർഷം കർത്താവിൽ ജീവിച്ചിട്ട് അവസാനം പറയുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അതിനോട് ചേർന്ന് പാടിയിട്ട് നിങ്ങളെ പ്രാർത്ഥിക്കുകയാണെന്ന് ദൈവത്തിന് തോന്നണ രീതിയിൽ വേണം ആരാധനകൾ കൂടാൻ. കാര്യം ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം കേട്ട്. അതായത് അവർ ആരാധനയെ പങ്കെടുത്തിട്ടേ ഇല്ല, കൃപാസനത്തിൽ വന്നിട്ടില്ല. പണ്ടെങ്ങോ ഞാൻ ചെയ്ത ഒരു ആരാധനയാണ്. പക്ഷെ ആ ആരാധനയുടെ സമയത്ത് അവിടെ വിളിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. കഴുത്തിലെ വ്രണം, മുഴ അപ്രത്യക്ഷമാകുന്നതായിട്ട് ആരാധനയെ വിളിച്ച് പറയും. ആ സമയത്ത് ഈ ചേച്ചി ഒന്നോ രണ്ടോ കൊല്ലം മുമ്പ് നടന്ന ആരാധനയാണ്. അവിടെയുള്ള ദർശനമാണ് ഈ പറയണത്. ആ സമയത്ത് ചേച്ചി അത് കേട്ടുകൊണ്ട് കഴുത്തിലെ മുഴയുള്ള ചേച്ചി കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിറ്റേ ദിവസം ആ മുഴ കാണാനില്ല. മുഴ കാണാനില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പഴയ ധ്യാനമാണെങ്കിലും നമ്മൾ അവിടെ പറയണ എന്താണ്? ദൈവവചനമല്ലേ പറയണത്. അപ്പം ആ ദൈവവചനമായത് കൊണ്ട് തന്നെ ഇതിന് പഴയതും പുതിയതും ഒന്നുമില്ല. അതെപ്പോഴും പുതിയത് തന്നെയായിരിക്കും. നമ്മൾ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുന്ന പോലെ ഓരോ പ്രഭാതത്തിലും എനിക്ക് നിന്നോടുള്ള സ്നേഹം പുതിയതായതുപോലെ നീ കേൾക്കുന്ന വചനങ്ങളും ആ പുതിയ സ്നേഹത്തിൻ്റെ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കർത്താവേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം, അതായത് ഓരോ മനുഷ്യൻ്റെ വിശ്വാസത്തിലും കുറച്ച് വെളിച്ചവും കുറച്ച് ഇരുളും കിടക്കുന്നുണ്ട്. ഈ ഇരുളെന്ന് പറയണത്
ആ വിഷയത്തിൽ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. എന്താ കാര്യം? കുറേ കാലം നീ പ്രാർത്ഥിച്ചതാണ്. ഇപ്പോൾ അയൽവാസികൾ തമ്മിലുള്ള വസ്തു തർക്കമാണെന്ന് വിചാരിച്ചോ. ആ വസ്തു തർക്കം വർഷങ്ങളായി നിങ്ങളുടെ ഭിന്നതയിലാണ്. ആ ഫയൽ നീ ക്ലോസ് ചെയ്ത് എവിടെ? അവരോടും മിണ്ടണില്ല, ആ വിഷയം ദൈവത്തോടും മിണ്ടണില്ല. അപ്പോൾ നീ ആരായി മാറും? മൂകപ്പിശാസായി മാറും. കർത്താവിൻ്റെ ഒരു സ്വഭാവം എന്താണ്? മൂകപ്പിശാസിനെ അവൻ ബഹിഷ്കരിക്കും. അപ്പം കാര്യം ഒരു അതിർത്തി തർക്കം ഉണ്ടായി. എന്നിട്ടത് കുറേ നാൾ കോംപ്രമൈസൊക്കെ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ മധ്യസ്ഥന്മാരൊക്കെ വെച്ചു. നീയും കുറേ പ്രാർത്ഥിച്ചു. ഇപ്പോഴെന്താണ്? അതിനൊരു അനക്കമില്ല. അപ്പോൾ നീ എന്ത് ചെയ്ത്? ആ വിഷയം നീ വിട്ടു. ആരൊക്കെ വിട്ടു? ദൈവത്തിനിടയ്ക്കൊന്നും വിട്ടു. അയൽവാസിയോടും മിണ്ടാട്ടവും ഇല്ല. ആ വിഷയം ദൈവത്തോടും മിണ്ടാട്ടവും ഇല്ല. ഇപ്പം രണ്ട് തരത്തിൽ നീ മിണ്ടണില്ല. ഒന്ന്, ആ വിഷയം നീ ദൈവത്തോട് മിണ്ടണില്ല. എന്താണ്? അത് ദൈവത്തിനെ ശ്രദ്ധിക്കത്തില്ല, ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നിൻ്റെ അവബോധ മനസ്സ് നിനക്ക് തെറ്റായ ഉപദേശം നൽകിയിരിക്കുന്നു. അയൽവാസിയോട് നീ മിണ്ടാറേയില്ല ആ വിഷയം കാരണം. നീ അയൽവാസിയോട് ആ വിഷയം കാരണം മിണ്ടാതിരിക്കുമ്പോൾ നീ എന്താണ് ദൈവത്തോട് പറയണത്? എനിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തേക്കാൾ വലുതാണ് അതിർത്തി തർക്കമെന്നാണ് എൻ്റെ അർത്ഥം. എനിക്ക് അതിർത്തി തർക്കം എന്താണ്? അത് ഞാൻ അവരോട് മിണ്ടണില്ല. എൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തേക്കാൾ വലുതാണ് ഒരു പിടി മണ്ണ്. എനിക്ക് അല്ലെങ്കിൽ ഒരു പിടി മണ്ണ്, അല്ലെങ്കിൽ ഒരു സെൻറ്റ് മണ്ണെന്ന് വിചാരിച്ചു, ഭൂമിയെന്ന് വിചാരിച്ചു. അത് നീ അവരോട് മിണ്ടണില്ല, ആ ഒരു വിഷയത്തിൽ കൊണ്ട് അവരോട് മിണ്ടണില്ല, സംസർഗമില്ല എന്നെങ്കിൽ നീ പറയാതെ പറയുന്ന വിഷയം എന്താണ്? ദൈവത്തിലെ ഉടമ്പടി എടുത്ത ഒരു കുഞ്ഞു പോലും ഈ മനോഭാവത്തിൽ നിന്ന് ഡെലിവർ ചെയ്യണം. ഈ മനോഭാവത്തിൽ നിന്ന് ഡെലിവർ ചെയ്യണം. അത് ഈ രക്ഷപ്പെട്ട് പുറത്തു വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൻറ്റ് ഭൂമിയേക്കാൾ ദൈവത്തിൻ്റെ സ്നേഹത്തേക്കാൾ വലുതല്ല ഒരു സെൻറ്റ് ഭൂമി എന്ന് പറയണത്. അപ്പോൾ നമ്മൾ കർത്താവിനെ വിലപേശുകയാണ്. ഒരു സെൻറ്റ് ഭൂമി വെച്ച് കർത്താവിൻ്റെ വചനം നമ്മളെ വിലപേശി തൂക്കി നോക്കുകയാണ്. അതായത് ഇങ്ങനെ കുറേ ഇപ്പം നമ്മളെ ബന്ധനം അഴിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, സത്യസന്ധമായി കഴിഞ്ഞ ഈ സ്വഭാവത്തിൽ വന്നുപെട്ട ബന്ധനങ്ങളില്ലേ, അതാണ് ആദ്യം അഴിക്കേണ്ടത്. അല്ല എല്ലാവരെയും പിശാച് ബാധിച്ചിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടിൽ കാണുന്നവരെ കണ്ട് ബന്ധനം അഴിക്കണ പരിപാടിയൊന്നുമില്ല. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും അറിയാത്ത ബന്ധനങ്ങൾ ഒത്തിരി കിടപ്പുണ്ട്. നീ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അറിയാത്ത ബന്ധനങ്ങളെക്കുറിച്ച് വിവരമാകണം. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്? ചില ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നു, ആ വിഷയം ദൈവത്തോട് പറയണില്ല, ആ വിഷയം നിൻ്റെ പ്രതിയോഗിയോടും പറയുന്നില്ല. നീ അത് സൈലൻ്റായിട്ട് കൊണ്ടു നടക്കണം. ഇപ്പോഴും ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നീ ദൈവമായിട്ട് ഉടമ്പടിയിലാണ്. അപ്പോൾ നിൻ്റെ വിശ്വസ്തതയുടെ ഒരു ഭാഗമായിട്ട് വരും. എന്താണ്? ഉടമ്പടി അടിസ്ഥാനപരമായിട്ട് എന്താണ്? അനുതാപത്തിൻ്റെ പ്രാർത്ഥനയാണ്. അനുതാപത്തിൽ നിന്നാണ് വിശ്വസ്തത ഉണ്ടാകുന്നത് അല്ലേ? എല്ലാ വിഷയവും ചിലപ്പോൾ ദൈവം ഹാർഡാക്കി തരും. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഹാർഡാക്കി തരും. ചിലപ്പോൾ ഉടമ്പടി ചെയ്യണവരെ സിമ്പിളായി ഉള്ള കാര്യമായിരിക്കും, ഉടമ്പടി ചെയ്യുമ്പോൾ ആ വിഷയം ഹാർഡായി മാറും. ഇപ്പം ഞാൻ ഈ നിഷ വിൻസൻ്റെ കാര്യം പറഞ്ഞത് എന്താ അറിയാമോ? ഇതുപോലെ നിഷ വിൻസൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അലർജിയെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ യൂട്യൂബിൽ കേൾക്കൊണ്ടിരിക്കുകയാണ്. അലർജിയെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ. അവളെന്നാ ചെയ്തിരിക്കണത്? അവളുടെ ഇപ്പോൾ ആ ചേച്ചിക്ക് ഇപ്പോൾ 47 വയസ്സില്ലേ, ഇപ്പം കയ്യിൽ മുഴുവൻ അലർജിയാണ്. 6 വയസ്സ് തുടങ്ങിയതാണ്. ഈ അലർജി യൂട്യൂബിൽ മൊബൈലിൽ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അലർജിക്കയുടെ കൈകൾ മൊബൈലിൽ കൃപാസനം ധ്യാനത്തിൻ്റെ മൊബൈൽ വെച്ചുകൊണ്ട് ധ്യാനത്തിൻ്റെ പ്രാർത്ഥനാ സമയത്ത് ഈ വയനാട്ടുകാരത്തെ നിഷ വിൻസെൻ്റ് തൻ്റെ അലർജി വന്ന 6 വയസ്സ് തുടങ്ങിയ അലർജിയുടെ കൈകളെ ഈ മൊബൈലിൽ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. വിശ്വാസ പ്രമാണം ചൊല്ലി സ്തുതിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ പൊന്നെ, പണിയായിപ്പോയി. എന്താ പണിയായത്? ഇതുവരെ ഒരു പ്രശ്നമില്ലാതിരുന്ന കൈയാണ്, അലർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം ഈ സാധനം ഇങ്ങനെ പൊള്ളിപ്പഴുത്ത് വലിയ വികൃതമായി മാറി.
അപ്പോൾ ഇവർക്കൊരു പ്രശ്നമായി. എന്താ സംഭവം? ഇവളൊരു പരീക്ഷണത്തിന് വേണ്ടി കാണിച്ചു നോക്കിയതാണ്. ഒക്കട്ടെ കിട്ടിയ കുട്ടിയെന്നും പറഞ്ഞുകൊണ്ട് കാണിക്കണമല്ലോ ചില ആൾക്കാർ. ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കളിക്ക് വരരുതൊരിക്കലും. അതായത് കിട്ടിയ ഒക്കട്ടെ കിട്ടിയ കുട്ടി പോയ ചട്ടിയെന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരില്ലേ? പലരുടെയും പ്രാർത്ഥനയിൽ ഈ സാധനമുണ്ട്. പ്രാർത്ഥിക്കും, പക്ഷേ ഒക്കത്തില്ലെന്ന് എനിക്കറിയാം എന്ന് ഉള്ളിൽ വിചാരിക്കും. ഈ ഉള്ളിൽ വിചാരിപ്പെന്ന് പറയണത് വല്ലാത്ത പെശകസ് പരിപാടിയാണ്. നീ എന്ത് പ്രാർത്ഥിക്കുന്നോ, നീ എന്ത് ഉള്ളിൽ വിചാരിക്കുന്നു, രണ്ട് സെയിമാണ്. അപ്പോൾ ഓരോ വിഷയവും നമുക്ക് അർഹിക്കുന്ന രീതിയിലുള്ള വിശ്വാസം വേണ്ടേ? വിശ്വസിക്കുന്നുണ്ടോ, പക്ഷേ അതിൻ്റേതായിട്ടുള്ള അർഹിക്കുന്ന രീതിയിലുള്ള വിശ്വാസം. ഇപ്പം എല്ലാ വിഷയത്തിനും ഇപ്പോൾ പണ്ട് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, കണ്ണൂരിൽ നിന്നൊരു മോള് ഒരു ബോയൻ്റെ ആരോ വെഞ്ചരിക്കാൻ കൊണ്ടുവന്നു. ബോയൻ്റെ ആരോ എന്ന് പറയുന്നത് അമ്പും വില്ലും. ഇപ്പം നാഷണൽ അത്ലറ്റാണ്, ദേശീയ താരമാണ്. അപ്പം അവർ ബോയൻ്റെ ആരോയാണ് അവരുടെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് അവർ കണ്ണൂരിൽ നിന്ന് ട്രെയിനിൽ കൊണ്ടുവന്നതാണ് ഇവിടെ വെഞ്ചരിക്കാൻ. കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ ആ ബോയൻ്റെ ആരോ ഞാൻ തന്നെ പൊക്കിയിട്ട് എനിക്ക് പൊക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും അത് ഈസി അല്ലായിരുന്നു. അപ്പം ഞാനിവിടുത്തെ ആ മോളെ കണ്ടപ്പോൾ അവർക്ക് എങ്ങനെയായാലും ഒരു 17 വയസ്സൊക്കെ കാണും. അത്ര എന്നെപ്പോലെ സ്കെൽറ്റ് ടൈപ്പാണ്. പക്ഷെ ഞാനൊരു കൊച്ചിങ്ങനെ ഇത് പൊക്കിയിട്ട് വേണ്ടേ ഇത് ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ചിലപ്പോൾ എനിക്കറിയാം പ്രാക്ടീസ് കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. ഞാനത് ബോയൻ്റെ ആരോ വെഞ്ചരിച്ച് കൊടുത്ത്. നാഷണലിൽ പോകണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ സ്റ്റേറ്റിൽ കിട്ടിയിട്ടല്ലേ അത് പോണത്. 3 കോടി ജനങ്ങളുടെ ഇടക്കുന്ന അവർക്ക് ഒരു 1ാം സമ്മാനം കിട്ടിയിട്ടാണല്ലേ കൊച്ച് ദേശീയ മത്സരത്തിന് പോണത്. പക്ഷെ അവൾ പോയി കഴിഞ്ഞ സമയത്ത് എനിക്ക് മറ്റൊരു തരത്തിലുള്ള ചിന്തയാണ് വന്നത്. എന്താ കാര്യം? ബോയൻ്റെ ആരോ ഞാനത് പിടിച്ച് എയ്യണമെങ്കിൽ മിക്കവാറും ഒരു 10 മീറ്റർ ചെന്ന് അത്രേ ഉള്ളൂ. പക്ഷേ ആ കുട്ടി അത് എയ്യുമ്പോൾ അത് ചിലപ്പോഴൊരു 30 മീറ്റർ പോകും. 30 മീറ്റർ പോയാൽ പറ്റത്തില്ല. അതിൻ്റെ ലക്ഷ്യത്തിൽ ചെന്നത് തറക്കണം. അപ്പോൾ അതെന്താ? അത് അവരുടെ കപ്പാസിറ്റിയാണ്. ഈ ഉടമ്പടിയിൽ ഒരു കപ്പാസിറ്റി പ്രോബ്ലം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മുടേത് ഉടമ്പടി ധ്യാനമാണല്ലോ. കാര്യം ഉടമ്പടി ചെയ്തവർക്കും ഉടമ്പടി പുതുക്കിയവർക്കുമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും അതിൻ്റെ ഉടമ്പടി യാത്രയിൽ വ്യത്യസ്തമായ നിർദ്ദേശം നൽകേണ്ടത്. ഉടമ്പടി ഒരു കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. കാര്യം ഇപ്പോൾ ആ കുട്ടിയുടെ വിഷയം തന്നെ എടുത്തതുപോലെ ഞാൻ ആ ബോയൻ്റെ ആരോ ഷൂട്ട് ചെയ്താൽ 10 മീറ്റർ എനിക്ക് അത് വിടാൻ പറ്റത്തുള്ളൂ, ലക്ഷ്യത്തിൽ കൊള്ളത്തില്ല. പക്ഷെ ആ കുട്ടി അത് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 30 മീറ്റർ ചെല്ലുകയും ലക്ഷ്യത്തിൽ കൊള്ളുകയും ചെയ്യും. അപ്പം അങ്ങനെ വരാൻ കാരണത്തത് അവരുടെ കപ്പാസിറ്റിയാണത്. ഇതുപോലെ ഉടമ്പടിക്കൊരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം എല്ലാവരും ഉടമ്പടി ചെയ്യുന്നു. ഒത്തിരി പേർക്ക് സാക്ഷ്യങ്ങളുണ്ട്. എല്ലാവരും തന്നെ പകുതിയോളം പേരെങ്കിലും ഇവിടെ വന്നത് പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയാതിരിക്കുന്നത്, അയ്യോ ഞങ്ങൾ വന്നാൽ എങ്ങനെ യൂട്യൂബിൽ ഉടനെ വരുമല്ലോ പേര്, അത് അവർക്ക് ഭയങ്കര ക്ഷീണമാണ്. കാര്യം ഉടമ്പടി ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കർത്താവ് ഒരു അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തത്തില്ല. പിന്നെ അടുത്ത വിഷയം ഉണ്ടാകുമ്പോൾ വീണ്ടും വന്ന് അവർ ഉടമ്പടി ചെയ്യും. പക്ഷേ ദൈവം അനുഗ്രഹിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തത്തില്ല. എന്താ കാര്യം? അവർക്ക് തന്നെ വലിയ മഹത്വമുണ്ട് നാട്ടിലെ. അവർ ചിലപ്പോൾ ഹെഡ് മിസ്ട്രസ് ആകാം, അല്ല ചിലപ്പോൾ ഡോക്ടറാകാം. എന്തുമാത്രം ഡോക്ടേഴ്സ് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷെ ആരെങ്കിലും 1-2 ഡോക്ടർമാർ മാത്രമേ ധൈര്യം കാണിച്ചുള്ളൂ സാക്ഷ്യം പറയാൻ. അനുഭവം ഇല്ലാഞ്ഞിട്ടല്ല, ഉടമ്പടിക്ക് അനുഭവമില്ലേ പിന്നെ എന്തിന് അനുഭവം ഉണ്ടാകാനാ? പക്ഷേ എന്താ പ്രശ്നത്തിൽ അവർ തങ്ങളുടെ പേഷ്യൻ്റ് തങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവരും ചോദിക്കത്തില്ലേ,
കാര്യം ഇവർ ഭംഗിക്കെങ്കിലും ദൈവത്തെ നിഷേധിച്ച ആൾക്കാർ ആ കൂട്ടത്തിലുണ്ടാവും. ഭംഗിക്കെങ്കിലുമേ. ഇപ്പോൾ നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയാണ് അവിടെ ചെല്ലുമ്പോൾ വിശ്വാസം ഇല്ലാത്തതാണ് അവിടെ ഒരു ക്രെഡിറ്റ് എങ്കിൽ വിശ്വാസം ഉള്ളവന് ഇല്ലാത്തതുപോലെ അവിടെ അനുഭവിക്കും അല്ല അഭിനയിക്കും. അത് വലിയ ഒരു ട്രാജഡിയാണ്. ആധ്യാത്മിക ജീവിതത്തിൻ്റെ ട്രാജഡികൾ. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയായിപ്പോയി? എന്തുകൊണ്ട് നിങ്ങളെ ദൈവം തൊടുന്നില്ല? എന്തുകൊണ്ട് ദൈവം നിങ്ങളെ പെട്ടെന്ന് തൊടുന്നില്ല എന്നാണ് ഞാൻ പറയണത്. ഓരോരോ മനോഭാവങ്ങളാണ് ശരിക്കും. കാര്യം ചില കൂട്ടത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ദൈവത്തെ അങ്ങനെ അംഗീകരിക്കണ ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അംഗീകരിക്കാത്തവരുടെ കൂടെ കൂടുമ്പോൾ അവർ ദൈവത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവവിശ്വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ സഭയെക്കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ തരികിട പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നെങ്കിൽ ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് നിൽക്കും. അതിനേക്കാൾ നല്ലത് നീ പോയി പട്ടിക്കാടം തിന്നണതാ. കാരണം നീ ദൈവത്തിൻ്റെ വേഷം കെട്ടി വിശ്വാസത്തിൻ്റെ വേഷം കെട്ടി കൃപാസനത്തിൽ വർക്ക് ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ കൃപാസനത്തിൽ വന്ന് നീ ഉടമ്പടി എടുക്കുകയും ചെയ്യും. പക്ഷെ കല്യാണപ്പാട്ടിലും മരണപ്പാട്ടിലും ഒക്കെ ചെല്ലുമ്പോൾ നിൻ്റെ വിശ്വാസം ഏറ്റു പറയാൻ മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുരിശ് മര്യാദയ്ക്ക് വരക്കാത്ത എത്രയോ പേപ്പട്ടികൾ ഈ സഭയിലുണ്ട്. ഞാൻ ചില ആൾക്കാർ ഞാൻ മരിപ്പ് പിടിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കും. കാര്യം ഒരു വിശ്വാസമുള്ളവ വന്നിട്ട് ആ മൃതശരീരത്തിന് നേരെ നിന്നിട്ട് അവിടെ നിന്നിട്ട് കുരിശ് വരച്ചിട്ട് ഒരു സ്വർഗസ്ഥനായതും ഒരു നന്മ നിറഞ്ഞൂറും ചൊല്ലി ആത്മാവിന് വേണ്ടി കാഴ്ചവെച്ച് കുറച്ചു നേരം മൗനമായി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ മാറിയിരിക്കുന്നത്. ഇതങ്ങനെയല്ല. നേരെ വന്ന് മുഖത്തിട്ട് നോക്കും, ശവത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് വേറൊരു ശവമായി പോയി അവൻ കസേരയിരിക്കും. ഇങ്ങനെ കുറേ ശവക്രിസ്ത്യാനികളുണ്ട്. കാര്യം ദൈവം നമ്മളെ അടുക്കുന്ന ദൈവാനുഭവം കിട്ടുന്നില്ല എന്നല്ല പ്രശ്നം. നമ്മൾക്കെന്താ സംഭവിച്ചത്? നമ്മൾ ഒക്കെ ചേര തിന്നണ നാട്ടിൽ തന്നപ്പോൾ നടുത്തുണ്ടൻ തിന്നാൻ വേണ്ടിയുള്ള വ്യഗ്രത കാണിച്ചു. വിശ്വാസം കുറവുള്ളവൻ്റെ അടുത്ത് എന്നിട്ട് അവസാനം അവൻ പറയണത് വേദപ്രമാണമാക്കി എടുത്തിട്ട് നമ്മളും അവനെപ്പോലെ അഭിനയിച്ചുകൊണ്ട് അവരിലൊരാളായിട്ട് കേമത്വം നടിച്ചു ദൈവത്തെ തള്ളിപ്പറഞ്ഞു. ഇങ്ങനെ ദൈവത്തെ തള്ളിപ്പറയുന്നത് പിന്നെ അവരുടെ ഞാനാണെങ്കിൽ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാനൊരാളെ വിലയിരുത്തണത് അവന് കർത്താവുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലേ എന്നാണ്. ഭയങ്കരമായിട്ട് ശരിക്കും ഞാൻ ഭയങ്കര ചൂസ് ചെയ്താണ് ആൾക്കാരെ കൈകാര്യം ചെയ്യണത്. ദൈവത്തിന് ആവശ്യമില്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ ദൈവത്തെ അംഗീകരിക്കാത്ത കൂട്ടായ്മയിലോ ദൈവത്തെ അംഗീകരിക്കാത്ത ഒരു സാംസ്കാരിക വേദി പോലും അടുക്കത്തില്ല. വൈ ഷുഡ് വി വേസ്റ്റ് അവർ ടൈം? കാരണം ഞാൻ പട്ടം വാങ്ങിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ദൈവത്തിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അല്ലാതെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യത്തില്ല. എന്താ കാര്യത്തിൽ നീ ഇങ്ങനെ പലപ്പോഴും ഇതുപോലെയുള്ള വ്യക്തികളുടെ വിശ്വാസം, പല ആൾക്കാരുടെയും വിശ്വാസം തണുത്തുപോയത് എങ്ങനെയാണെന്ന് അറിയാമോ? വിശ്വാസം പ്രഖ്യാപിക്കാതെ പോയത് കൊണ്ടാണ്. നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇപ്പോൾ വിശ്വാസം നമ്മൾ സ്വീകരിച്ചു, പക്ഷേ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശ്വാസത്തിൽ വളരാൻ പറ്റത്തില്ല. കാര്യം അതുകൊണ്ടാണ് റോമ 4:20 പറയണത്, ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നിട്ട് വിശ്വാസത്തിൽ വളരണം. അപ്പോൾ വിശ്വാസത്തിൽ വളരാൻ കഴിഞ്ഞില്ലെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ LPG അതുപോലെ തന്നെ ലോവർ പ്രൈമറി താമസിച്ച കാലയിൽ പല അണ്ണന്മാർക്കുള്ള കുഴപ്പം എന്താ? വയസ്സമ്പത്തേഴ് ഒക്കെ ഉണ്ട്, പക്ഷേ ആദ്യ കുർബാനക്കുണ്ടായ വിശ്വാസം പോലും ഇല്ല ഇപ്പോഴും. ദൈവം കണ്ട അപ്പം തന്നെ കാലെ പിടിച്ചത് കല്ലറിലിട്ട് അടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് എത്രയോ സാഹചര്യങ്ങൾ ദൈവം കൊടുത്തു, ഇവൾക്ക് എത്രയോ സാഹചര്യങ്ങൾ കൊടുത്തു. കോളേജിലായാലും ലാബോറട്ടറി ആയാലും അതുപോലെ തന്നെ മറ്റു സ്ഥലത്തിലുള്ള സാംസ്കാരിക വേദികളിലായാലും അതായത് ഒരു മീറ്റിങ്ങിന് മൗന പ്രാർത്ഥന നടത്തണം വിചാരിച്ചോ? മൗന പ്രാർത്ഥന നടത്തുമ്പോൾ പോലും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കണത്? എന്തോ മുടന്തും മാതവും വന്ന് എഴുന്നേക്കണ പോലെ എഴുന്നേക്കണ കാണാം. എന്താ വെച്ചാൽ എനിക്കിതൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലെന്ന്. ഇവൾക്ക് വിശ്വാസമുണ്ട്, വിശ്വാസമുള്ള കുടുംബത്തിന്, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ അവിശ്വാസിയായിട്ട് അവിടെ അവതരിപ്പിക്കുന്നതാണ് അവിടെ റേറ്റിംഗ് ലഭിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ അല്ലെങ്കിൽ അവൻ ഒറ്റിക്കൊടുത്തിരിക്കും, തള്ളിപ്പറഞ്ഞിരിക്കും. ഇങ്ങനെയാണ് വിശ്വാസം മങ്ങിപ്പോയത്. ഓരോ വ്യക്തികളുടെ വിശ്വാസം എന്തുമാത്രം ശക്തമായി വളരേണ്ടതായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം വന്ന്
ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുകയല്ല. ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ, അതായത് നിലപാടാണ്. അതായത് അവർ ഉടമ്പടി കഴിഞ്ഞ് ഒരു പാലായിലെ ചേച്ചിയാണ്, കടത്തുരുത്തിലെ ചേച്ചിയാണ്, സാക്ഷ്യം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പോൾ 10,000 ആയിട്ടുണ്ട്. ആ സാക്ഷ്യം എന്താ? ആ സാക്ഷ്യം എന്ന് പറയണത്, അവർ ഒരു സാധാരണ കുടുംബത്തിൽ കന്നുകാലികളൊക്കെ വളർത്തി അതിന് പുല്ലൊക്കെ ചെത്തിക്കൊടുത്ത് പുല്ല് ചുമന്നുകൊണ്ട് പോയി കൊടുക്കണമെന്നാണ് പറയണത്. പക്ഷെ അവർ പറയണത് അവർക്ക് ആമവാദമാണ് അസുഖം. പക്ഷെ അവർക്കറിയത്തില്ല അത് ആമവാദമാണെന്ന്. കാലയെല്ലാം നീരുണ്ട്, കയ്യിലെല്ലാം നീരുണ്ട്, ശരീരത്തിൽ മുഴുവൻ നീരുണ്ട്, നടക്കുമ്പോൾ പ്രയാസമാണ്. എന്താണ് രോഗമെന്ന് പറയും. ഡോക്ടർമാരടുത്ത് ചെന്നാൽ വല്ല ഓപ്പറേഷനോ വല്ലതും വരികയാണെന്നെങ്കിൽ അതിനുള്ള കാശും കയ്യില്ല, വീട്ടിൽ നിന്ന് പോകാനും പറ്റത്തില്ല. ഇവരിതൊന്നും പറഞ്ഞിട്ടുമില്ല. സങ്കടം, സ്വകാര്യ സങ്കടം അനുഭവിച്ച് സ്വന്തമായിട്ട് തീർക്കുകയാണ്. അത് ഇതുപോലെ ഒരു സംഭവമാണ്. പാസീവ് ഉടമ്പടി വെച്ചിട്ടില്ല. ആളിന് ആമവാദമാണ്, പക്ഷെ ആമവാദമാണെന്ന് പോലും ആളിനെ അറിയത്തില്ല. ത്രശ്യാമ കുര്യൻ എന്നാണ് പേര്. അപ്പോൾ ആമവാദമാണെന്ന് പക്ഷേ ആളിനെ അറിയത്തില്ല. ശരീരം മുഴുവൻ നീരും വെച്ചിട്ടുണ്ട്, അനങ്ങാനും പാടില്ല. അവർ പറയണത് പുല്ല് ചെത്തി ഞാൻ തലയിലൊക്കെ വെച്ചുകൊണ്ടാണ് അച്ഛാ വീട്ടിലോട്ട് വരണത്. കാര്യം വേറെ ആൾക്കാർ നേരത്തെ പുല്ല് ചെത്തുകയാണെങ്കിൽ കിട്ടണ പാലിൻ്റെ കാശ് അവർക്ക് കൂലി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു കാലത്തും നമുക്കറിയാമില്ല, കന്നുകാലികളായാലും ശരി, കാർഷിക പരിപാടിയായാലും ശരി, സ്വന്തമായിട്ട് നമ്മൾ അധ്വാനിക്കാതെ ആളെ നിർത്തി അധ്വാനിച്ചിട്ട് ഒരിക്കലും ഒരു മനുഷ്യന് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് സത്യമായൊരു കാര്യമാണ്. കേരളത്തിൽ കൃഷി നട്ടമെന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിൽ കൃഷിക്ക് നട്ടമില്ലാഞ്ഞ് അവനോ വേലെടുക്കണ കാലത്ത് കൃഷിക്ക് ലാഭം ഉണ്ടായിരുന്നു. കാര്യം നമ്മുടെ അധ്വാന ഫലം ലാഭമാണ്. അല്ലാതെ നാട്ടുകാരെ നിർത്തിയിട്ട് അല്ല വേറെ ജോലിക്കാരെ നിർത്തി, ഇപ്പോൾ ബംഗാളിയൊക്കെ നിർത്തിയിട്ട് ആൾക്കാരൊക്കെ വാഴക്കൃഷിയൊക്കെ ചെയ്യണില്ലേ? വാഴക്കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇലയും അവന് കൊലയുമായിട്ട് പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവൻ ബംഗാളിക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒരു പുഴങ്കളിയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് കുറച്ച്, അതായത് ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. കരങ്ങളുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈശോ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഈ ഒരു ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊന്നും ഞാനൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. എല്ലാം കർത്താവ് ഓരോരോ അനുഭവങ്ങൾ തന്നിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവെച്ച് തരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ സംഭവിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ ഈ ചേച്ചിയുടെ വിഷയം എന്താ? ത്രശ്യാമ കുര്യൻ്റെ വിഷയം. ഞാൻ വീണ്ടും മറ്റേ വിഷയത്തിലോട്ട് വരുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ സാക്ഷികാരുടേതാണ്, അനിഷ വിൻസെൻ്റെ സാക്ഷിയാണ്. അതിലൊക്കെ വരും തീർച്ചയായിട്ടും. കാര്യം ഇങ്ങനെ നോക്കിയാലും അവസാനം കർത്താവ് ഒടിച്ച് മടക്കി കൊണ്ടുവന്ന് വണ്ടി സ്റ്റാൻഡേ പിടിക്കണേ കാണാം. ഞാൻ മറന്നു പോയാലും ഈശോ അത് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ ത്രശ്യാമ വിൻസെൻ്റെ സാക്ഷ്യം എന്താണ്? അല്ല, കുര്യൻ്റെ സാക്ഷ്യം എന്താണ്? അവർക്ക് ആമവാദമാണ്, അവർക്ക് അറിയത്തില്ല. അവർക്ക് നീര് കെട്ടി കിടക്കുന്ന ശരീരം മുഴുവനും. പക്ഷേ നടക്കാനും അതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ ഇത് ഒരു ആശുപത്രിയിൽ പോയാൽ ഓപ്പറേഷൻ വരുക, അതിന് പാം മുടക്കാൻ ഇല്ലല്ലോ, അവിടെ പോയി കൂടെ നിൽക്കാൻ ആരും ഇല്ലല്ലോ, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. പക്ഷേ ഇവരിത് ഉടമ്പടി പോലും വെച്ചില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. അച്ഛൻ മുമ്പ് പറഞ്ഞത് കേസാവും. എന്തൊക്കെയാണ്? കർത്താവ് ഇത് ചെയ്യുക. നമ്മളുടെ ഉള്ളിലൊക്കെ ദൈവം എന്ന് പറയുന്നത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സാണ്. എന്താ കാര്യം? നമ്മുടെ വിശ്വാസം, ലിറ്റിൽ ഫെയ്ത്താണ്. കർത്താവ് അപ്പോസ്തലന്മാരോട് ഇടയ്ക്ക് പറയാറുള്ള വാക്കാണ്, ഓ മാൻ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസികളെ. ഇപ്പോൾ 4:35 നമ്മൾ വായിക്കുമ്പോഴേ നിങ്ങൾ എന്തിന് സംശയിച്ചു? കാരണം സംശയം കൂടെ ഉള്ള വിശ്വാസമാണ് ലിറ്റിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഷോർട്ട് ഫെയ്ത്ത്, ചെറിയ ഫെയ്ത്ത്. കാര്യം എന്താണ്? അതിനകത്ത് കുറച്ച് വെള്ളവും കുറച്ച് പാലുമായിരിക്കും. എന്നുവെച്ചാൽ 1/4% പാലും 3/4% വെള്ളവും. അതാണ് ലിറ്റിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. സംശയത്തിൻ്റെ വെള്ളമുണ്ട് അതിൻ്റെ അകത്ത്. ഇതെങ്ങനെ വന്നതാ? ഇത് എങ്ങനെയാണ് സംശയത്തിൻ്റെ വെള്ളം കയറിയത് വിശ്വാസത്തിൽ? കാലാകാലങ്ങളായിട്ട് വന്ന കൈകാര്യത്തിൻ്റെ കുഴപ്പങ്ങളാണ്. ഒക്കേഷണൽ ഫെയ്ത്ത് ഉണ്ടായിട്ടാണ്. എന്തെങ്കിലും വിഷയങ്ങളുണ്ടാകുമ്പോൾ മാത്രം ദൈവത്തിൽ ഇടപെടുകയും പിന്നുള്ള കാര്യങ്ങളെല്ലാം സൈലൻ്റായിട്ട് സാധാരണ പോലെ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വെള്ളം കയറണത്.
വിശ്വാസത്തിൽ വെള്ളം കയറണം എപ്പോഴാണെന്നാണ് ഈ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത്. കാര്യം ഒരു കുപ്പി പാലുണ്ടെങ്കിൽ 1/4 കുപ്പി പാലും 3/4 കുപ്പി വെള്ളവുമായിട്ട് മാറും. ഇത് പാലും വെള്ളമായിട്ട് മാറണത്. അതിന് ഈശോ പറഞ്ഞത് എന്താണ്? ഓ മാൻ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്. ഇപ്പോൾ കർത്താവ് 4:35 മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുമ്പോൾ കർത്താവേ വി ആർ പെരിഷിങ്. പത്രോസ് എന്താ പറയണത്? യേശുവിൻ്റെ കൂടെ കഴിയുന്ന മനുഷ്യർ പറയണത് എന്താണ്? നേരം വി ആർ പെരിഷിങ് എന്ന് വെച്ചാൽ ഞങ്ങൾ നശിക്കാൻ പോകുന്നുവെന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഉള്ളപ്പോൾ ആൾക്കാരെങ്ങനെ നശിക്കണത്? അതിന് ഈശോ തിരിച്ച് പറഞ്ഞ കാര്യം എന്താണ്? ഓ മാൻ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസികളെ, നിങ്ങൾ സംശയിച്ചത് എന്തിന്? അപ്പം സംശയിച്ച ആ സംശയമാണ് വെള്ളം, വിശ്വാസവും സംശയവും. അപ്പം വിശ്വാസത്തിൻ്റെ സംശയങ്ങൾ എന്തുമാത്രം കുറഞ്ഞ് വരുന്നു. ഓ വുമൺ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞില്ലേ? ആരോട് പറഞ്ഞതാ? രക്തസ്രാവ രോഗിയോട് പറഞ്ഞതാണ്. എന്താ കാര്യം? അവൾ പുറകിലൂടെ വന്ന് കർത്താവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടാൽ, വസ്ത്രാഞ്ചലത്തിലെങ്കിലും തൊട്ടാൽ, ബോഡി തൊടേണ്ട കാര്യമില്ല, വസ്ത്രാഞ്ചലത്തിലെങ്കിലും തൊട്ടാൽ താൻ സൗഖ്യമായിരിക്കുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു. ഈ ഉള്ളിൽ വിചാരിപ്പ് കൊണ്ട് വിശ്വാസം ഉണ്ടാകും, സംശയം ഉണ്ടാകും. ചില ആൾക്കാർ ഉള്ളിൽ വിചാരിക്കും. എന്ത് വിചാരിക്കും? ഓ ദൈവം ഇത് ചെയ്യുമോ, ഇത് പറയണോ എന്ന്. അതും ഒരു ഉള്ളിൽ വിചാരിപ്പാണ്. എന്നുവെച്ചാൽ വിശ്വാസവും ഒരു ഉള്ളിൽ വിചാരിപ്പാണ്, സംശയവും ഒരു ഉള്ളിൽ വിചാരിപ്പാണ്. നിനക്ക് ഏതാണ് കൂടുതൽ ഏതാണ് കുറവെന്ന് ചിന്തിച്ചാൽ മതി. വിശ്വാസം ഒരു ഉള്ളിൽ വിചാരിപ്പാണ്. ഇനി എന്തുമാത്രം സംശയമുണ്ട്, എന്തുമാത്രം വിശ്വാസമുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞത് ആരാണ്? നിഷ വിൻസെൻ്റ്. അവരുടെ സംഭവം എന്താണ്? അവരുടെ പെട്ടെന്ന് അവരുടെ കൈ, അലർജിയുള്ള കൈ, 6 വയസ്സ് മുതൽ അലർജിയുള്ള കൈ, കൃപാസന യൂട്യൂബ് ചാനലിൽ ആരാധനയൊക്കെ കാണിച്ചപ്പോഴേ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കാണിച്ച്, കർത്താവ് ഇപ്പോഴേ അലർജി രോഗികളെ സുഖപ്പെടുത്തുന്ന സമയമാണല്ലോ, എൻ്റെ കയ്യെ സുഖപ്പെടുത്തണമേ എന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ പറ്റിയത്? പിറ്റേ ദിവസം ഈ സാധനം മുമ്പത്തേക്കാളും പഴുത്ത് വികൃതമായി. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഞാനിങ്ങനെ കാണിച്ചെങ്കിലും പകുതി വിശ്വാസവും പകുതി സംശയമായിട്ടാണ് കാണിക്കുന്നത്. ഇത് തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നൊരു കുഴപ്പം. പല ആൾക്കാരും പ്രാർത്ഥിക്കുമ്പോൾ പകുതി വിശ്വാസവും പകുതി സംശയമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനക്ഷമനാണ്, ഞാനും പ്രവർത്തിക്കുന്നു, ഇല്ലേ? ഞാനും പ്രവർത്തിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പ്രവർത്തനം എന്താ? ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മളിൽ വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം. പറഞ്ഞു മനസ്സിലായില്ലേ? ഇപ്പം ഒന്ന് വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ദൈവമേ, സ്തോത്രം കർത്താവേ, ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. അപ്പം ദൈവത്തിന് നമ്മളിലുള്ള പ്രവൃത്തിയാണ് എന്താണ്? വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇതിന് ദൈവം ഓരോ ഇടപെടലുകൾ നടത്തും ജീവിതത്തിലെ. ചിലർക്ക് ആ ഇടപെടൽ അറിയാൻ പറ്റും, ചിലർ ഡെഡ് ബോഡി പോലെ അറിയത്തില്ല. എന്തെല്ലാം ദൈവം തൻ്റെ ചുറ്റിനും തൻ്റെ ജീവിതത്തിൽ ചെയ്താലും ചിലർ ജന്മന അന്ധന്മാരുണ്ടാവും. അന്ധന്മാരെ ചില ആൾക്കാർ ഭാര്യമാരെ സുഖപ്പെടുത്തും. അവർ പ്രാർത്ഥിച്ച് അവർക്ക് വിശ്വാസം വർദ്ധിച്ചു. പക്ഷേ ചില വീട്ടിൽ ഭാര്യ അന്ധയായിരിക്കും. ജന്മന അന്ധന്മാരുള്ള വീടുകളില്ലേ, ജന്മന വിശ്വാസമില്ല കുറഞ്ഞിട്ടുള്ള ആൾക്കാർ, അവരെ ഭാര്യമാർ അവർ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തിയെടുക്കും. പക്ഷേ ചില വീട്ടിൽ എന്നാ പറ്റും? ഭാര്യ അന്ധയായിരിക്കും.
പിന്നെ മക്കളെ പറയാണ്ട്, മക്കളും അന്ധന്മാർ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളായാലും ശരി, അതുപോലെ തന്നെ എൻജിനീയറിംഗ് പഠിക്കുന്ന മക്കളായാലും ശരി, അവരും അന്ധന്മാരാണ്. എന്താണ്? മാതാപിതാക്കന്മാർ അന്ധന്മാരെടുത്ത്. ഇപ്പോഴും അവർ പാരമ്പര്യമായിട്ട് കൊടുത്ത ചെറിയ കുടുംബ പ്രാർത്ഥന ഒപ്പിച്ചും ഒക്കാതെയൊക്കെ ചൊല്ലി കുടുംബത്തിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആഴമായിട്ടോ ഇതൊക്കെ വല്ലതും വിശ്വസിക്കാവോ, ഇതൊക്കെ ശരിയാക്കാവോ, പക്ഷേ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്കാനും വേണ്ടി ഇങ്ങനെ മനസ്സിൻ്റെ ഉൾപ്രേരണ പോലെ ഒരു ശീലം പോലെ അങ്ങനെ ചെയ്തു പോണവരുണ്ട്. ഇവരുടെ